ഗാസിയാബാദിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ 7 വയസ്സുകാരൻ 30 വർഷത്തിനു ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് കാണാതായ മകനെന്ന പേരിൽ കുടുംബവുമായി ഒത്തുചേർന്നത് തട്ടിപ്പുവീരനാണെന്നാണ് കണ്ടെത്തൽ. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്നും രാജു എന്ന രാജസ്ഥാൻ സ്വദേശിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇത്തരത്തിൽ ബന്ധം സ്ഥാപിച്ച് വീടുകളിൽ കയറിപ്പറ്റി മോഷണം നടത്തി കടന്നുകളയുന്നതാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറയുന്നു. 30 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ മകനെ തിരികെ കിട്ടിയ വാർത്ത വളരെയധികം പ്രചാരം നേടിയതോടെ ഇയാൾ തങ്ങളുടെ നഷ്ടപ്പെട്ട മകനാണെന്നും മാസങ്ങൾക്ക് മുൻപ് തങ്ങൾക്കൊപ്പം താമസിച്ചിരുന്നുവെന്നും ആരോപിച്ച് ഡെറാഡൂണിൽ നിന്നുള്ള മറ്റൊരു കുടുംബം രംഗത്തെത്തിയതോടെയാണ് തട്ടിപ്പ് പുറത്തായത്. തട്ടിക്കൊണ്ടുപോയ സംഘം തന്നെ വർഷങ്ങളായി കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നുവെന്നും ജീവൻ നിലനിർത്താൻ ഒരു റൊട്ടി മാത്രമാണ് നൽകിയിരുന്നതെന്നും ഇയാൾ പോലീസിനോടും മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിൽ രാജുവിനെ കുറിച്ചുള്ള പോസ്റ്റ് ഇട്ടതും പോലീസ് തന്നെയാണ്. 1993 7 വയസ്സുള്ളപ്പോൾ കാണാതായ കുട്ടിയാണെന്ന് സ്ഥാപിച്ചാണ് ഇയാൾ നവംബർ 24-ന് ഗാസിയാബാദിലെ പോലീസിനെ സമീപിക്കുന്നത്. പോലീസിനോട് തന്റെ കുടുംബത്തെ കണ്ടെത്തണമെന്ന് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. പോലീസുകാർ സോഷ്യൽ മീഡിയയിൽ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങളും പങ്കുവച്ചു. ഇതോടെയാണ് ഗാസിയാബാദിലെ ഒരു കുടുംബം തങ്ങളുടെ കാണാതായ മകൻ ഭീം സിംഗ് ആണെന്ന് തെറ്റിദ്ധരിച്ച് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയും ഇയാളെ കൂടെ കൊണ്ടുപോവുകയും ചെയ്തത്. എന്നാൽ മറ്റിടങ്ങളിൽ നിന്ന് ഇയാളുമായി ബന്ധം സ്ഥാപിച്ച് പലരും എത്തിയതോടെ സംശയം തോന്നിയ കുടുംബം പോലീസിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് രാജുവിനെ DNA പരിശോധനയ്ക്ക് വിധേയനാക്കി. ഇതോടെയാണ് പണ്ട് കാണാതായ കുട്ടിയല്ലെന്ന് സ്ഥിരീകരിക്കുന്നത്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു.